ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ തകർപ്പൻ പ്രകടനമാണ് ലയണൽ മെസ്സി നടത്തിയിട്ടുള്ളത്. 8 ഗോളുകളും 4 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അർജന്റീന വേൾഡ് കപ്പ് ഫൈനൽ വരെ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ മെസ്സി തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഗോൾഡൻ ബോൾ ലഭിച്ചില്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ്. ഏതായാലും ഇത്തവണ മെസ്സിക്ക് ബാലൻഡിയോർ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനിടെ goal.com തങ്ങളുടെ പുതിയ പവർ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുകയാണ്. 10ാം സ്ഥാനത്ത് കുബാർസിയാണ് വരുന്നത്. മികച്ച പ്രകടനമാണ് കുബാർസി വേൾഡ് കപ്പിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. 9ാം സ്ഥാനത്ത് ക്വാരഷ്കേലിയ വരുന്നു. 8ാം സ്ഥാനത്ത് ഏർലിംഗ് ഹാലൻഡ്. അതുപോലെ തന്നെ 7ാം സ്ഥാനത്താണ് ഇപ്പോൾ ഡെംബലെ വരുന്നത്. നിലവിലെ ജേതാവ് ഡെംബലയാണ്. 6ാം സ്ഥാനത്ത് റോഡ്രി. 5ാം സ്ഥാനത്ത് കിലിയൻ എംബപ്പെ വരുന്നു. 4ാം സ്ഥാനത്ത് ഒലീസെ. ഇവരെല്ലാവരും തന്നെ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളാണ്. 3ാം സ്ഥാനത്തേക്ക് എത്താൻ ഇപ്പോൾ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വേൾഡ് കപ്പിന് മുന്നേ മെസ്സി ഒരൽപ്പം പിറകിലായിരുന്നു. പക്ഷേ വേൾഡ് കപ്പ് അവസാനിച്ചതോടുകൂടി 3ാം സ്ഥാനത്തേക്ക് കയറി വരാൻ മെസ്സിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2ാം സ്ഥാനത്ത് ലാമിൻ യമാലാണ് വരുന്നത്. ബാഴ്സയ്ക്ക് വേണ്ടിയും സ്പെയിനിന് വേണ്ടിയും സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ യമാലിന് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് 2ാം സ്ഥാനം ഇപ്പോൾ യമാൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 1ാം സ്ഥാനത്ത് മറ്റാരുമല്ല, ഹാരി കെയ്നാണ്. കഴിഞ്ഞ സീസണിൽ ബയേൺ മ്യൂണിക്കിന് വേണ്ടി ഹാരി കെയ്ൻ ഒരുപാട് ഗോളടിച്ച് കൂട്ടിയിട്ടുണ്ട്. കൂടാതെ വേൾഡ് കപ്പിലും നല്ല പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമത് ഇപ്പോൾ ഹാരി കെയ്നാണ് വരുന്നത്. 2ാം സ്ഥാനത്ത് യമാലും 3ാം സ്ഥാനത്ത് മെസ്സിയുമാണ് വരുന്നത്. ഏതായാലും ഇത്തവണ ബാലൻഡിയോർ ആര് സ്വന്തമാക്കും എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.